ദിലീപ് നായകനാവുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഈ വരുന്ന ഏപ്രിലിൽ ആരംഭിക്കും. നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് ദിലീപ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. സിനിമയുടെ ടൈറ്റിൽ പുറത്തുവിട്ടിരിക്കുകയാണിപ്പോൾ. പവി കെയർ ടേക്കർ എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. ദിലീപിൻ്റെ കരിയറിലെ 149ാമത് ചിത്രം കൂടിയാണ് പവി കെയർ ടേക്കർ. വിനീതിൻ്റെ സംവിധാനത്തിൽ എത്തുന്ന മൂന്നാമത്തെ സിനിമയാണിത്. ഏപ്രിൽ 15 മുതൽ എറണാകുളത്ത് ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ദിലീപിനൊപ്പം 5 പുതുമുഖ നായികമാരാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത്. അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട് തുടങ്ങിയ സിനിമകൾക്ക് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ദിലീപ് തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. രാജേഷ് രാഘവനാണ് പവി കെയർ ടേക്കർ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കുന്നത്. അരവിന്ദൻ്റെ അതിഥികൾക്ക് ശേഷം രാജേഷ് രാഘവൻ തിരക്കഥയൊരുക്കുന്ന സിനിമ എന്നതും ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ്. സനു താഹിർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ എഡിറ്റർ ദീപു ജോസഫാണ്. ഷിബു ചക്രവർത്തി, വിനായക് ശശികുമാർ എന്നിവരുടെ വരികൾക്ക് മിഥുൻ മുകുന്ദനാണ് സംഗീതം നൽകുന്നത്. കന്നഡയിലും മലയാളത്തിലും ഹിറ്റുകൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന സംഗീത സംവിധായകനാണ് മിഥുൻ മുകുന്ദൻ. ബാന്ദ്രയാണ് ദിലീപ് നായകനായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം. തമന്ന നായികയായ ഈ ചിത്രം അരുൺ ഗോപിയായിരുന്നു സംവിധാനം ചെയ്തത്. രാമലീലയ്ക്ക് ശേഷം ദിലീപും അരുൺ ഗോപിയും വീണ്ടും കൈകോർത്ത ചിത്രം കൂടിയായിരുന്നു ബാന്ദ്ര. എന്നാൽ വലിയ ക്യാൻവാസിൽ ഒരുക്കിയ ബാന്ദ്രയ്ക്ക് ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിച്ചില്ല. ഉടൽ എന്ന ചിത്രത്തിന് ശേഷം രതീഷ് രഘുനന്ദൻ ഒരുക്കുന്ന തങ്കമണി, ജോഷി സംവിധാനം ചെയ്യുന്ന ഓൺ എയർ ഈപ്പൻ, സൂപ്പർ ഹീറോ ചിത്രമായ പറക്കും പപ്പൻ, ബ ബ ബ എന്നിവയുൾപ്പെടെ നിരവധി ചിത്രങ്ങളാണ് ദിലീപിൻ്റെതായി ഇപ്പോൾ അണിയറയിലുള്ളത്.